ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ, അതായത് കൽക്കട്ടയിൽ നിന്നൊക്കെ വരുന്ന പ്ലാന്റുകൾ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം ഒരടി ഉള്ള പ്ലാന്റുകളായിരിക്കും കിട്ടുന്നത്. കാരണം ഈ വില കുറവിൽ ഈ പ്ലാന്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ പലരും 120-130 രൂപയ്ക്കൊക്കെ ഇത് വിൽക്കുന്നുണ്ട് കേരളത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഇത് കൽക്കട്ടയിൽ നിന്നും വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഡയറക്റ്റ് അവിടെ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ പ്ലാന്റായിട്ട് തോന്നും. എന്തായാലും ഇതൊരു ഒരടിയുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇലകളില്ലെന്ന് വെച്ച് ഒന്നും ഒരു പ്രശ്നവുമല്ല. അത് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലുള്ള ചെറിയ പ്ലാന്റുകൾ മേടിച്ച് വളർത്തിയെടുക്കാം. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സാഫ് എന്ന ഫംഗിസൈഡ് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അത് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ആ ചെടി തേച്ച് പിടിപ്പിക്കുക. പെയിൻറ്റ് ബ്രഷ് ഉള്ളവർക്ക് അതായിരിക്കും എളുപ്പം. ഇങ്ങനെ പൂർണ്ണമായിട്ടും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 5 ദിവസമെങ്കിലും ഇത് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കുക. തണലത്ത് വയ്ക്കുക. 5 ദിവസമില്ലെങ്കിൽ 3 ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി വയ്ക്കുക. അതിന് ശേഷം മാത്രം നടുക. നമുക്ക് ഇതിൽ ഇലകളൊക്കെ വന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ അഡീനിയം പ്ലാന്റുകളായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ചില പ്ലാന്റുകൾ തോന്നുന്നത്. ഇലകളെല്ലാം പൊഴിഞ്ഞത് കൊണ്ട് നമുക്ക് ചെറിയ പ്ലാന്റായിട്ട് തോന്നും. ഇനി അതല്ല എങ്കിൽ ഇതുപോലെ കുറച്ച് മഗ്ഗിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു 5 ഗ്രാം സാഫ് അതിൽ കലക്കി അതിൽ ഈ പ്ലാന്റ് പൂർണ്ണമായിട്ടും മുക്കി വെച്ചിരുന്നാലും മതി. ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അങ്ങനെയും നമുക്ക് നടാം. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഫംഗസ് അടിച്ച് ഇത് ചീത്തയാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം തണലത്ത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ, തണലുള്ള ഭാഗത്ത് നമ്മൾ കാറ്റും ഒക്കെ കൊള്ളുന്ന തണലുള്ള ഭാഗത്ത് വെച്ച് ഇതിനെ ഉണക്കിയെടുക്കുക. ഒരു 2 ദിവസം 3 ദിവസം ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ നട്ടു കൊടുക്കുക. നടുവാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടുന്നത് മണലുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ മഴയൊക്കെ പെയ്ത് വരുന്ന മണ്ണുണ്ടല്ലോ, മണൽ കലർന്ന മണ്ണ്, അത് നല്ലതാണ്. എന്തായാലും വെള്ളം വാർന്നു പോകുന്ന നല്ല മണ്ണായിരിക്കണം എന്നേ ഉള്ളൂ. അതിൽ കുറച്ച് നമുക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചാണകപ്പൊടിയൊന്നും കൂടാൻ പാടില്ല. ഇത് പെർലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വായുസഞ്ചാരം വർദ്ധിപ്പിക്കാൻ കഴിയും. ചകിരിച്ചോറൊന്നും ഒരു കാരണവശാലും ഇതിൽ ആഡ് ചെയ്യരുത്. ഇതിൻ്റെ കൂടെ കുറച്ച് സാഫ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അഡീനിയം പ്ലാന്റ് നടാം. അപ്പോൾ ഒരു ചെറിയ കുഴിയുണ്ടാക്കി അഡീനിയം പ്ലാന്റ് കൂടുതൽ താഴ്ത്തി വയ്ക്കരുത്. ആ കോഡക്സ് ചെറുതായിട്ട് ഒന്ന് താഴ്ത്തി വെച്ച് നട്ടു കൊടുക്കുക. അതുപോലെ തന്നെ ചട്ടി ഒരു 4 ഇഞ്ചോ 3 ഇഞ്ചോ ചെറിയ ചട്ടിയിൽ വേണം നമ്മൾ ഈ ആദ്യം പ്ലാന്റ് ചെയ്യാൻ. പലരും ഇത് ഒരു വലിയ ചട്ടിയിലാക്കി നടാറുണ്ട്. അപ്പോൾ പറ്റുന്ന പ്രശ്നമെന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് ആ മണ്ണിൽ ഫുള്ളായിട്ട് പിടിച്ചു നിന്നതിന് ശേഷം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും ആദ്യം നമ്മൾ ചെറിയ ചട്ടിയിൽ നടുകയും കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് മാറ്റി റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരാഴ്ചയോളം മാറ്റി തണലത്ത് വയ്ക്കുകയും അതിനുശേഷം വെയിലത്തോട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഫംഗിസൈഡ് സാഫ് മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നന്നായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയ തിളർപ്പുകളുണ്ടാകും. ഇത് ഞാനൊരു 130 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു അഡീനിയമാണ്. വളരെ ചെറിയ അഡീനിയമാണ്, കണ്ടാൽ മനസ്സിലാവും. വളരെ ചെറിയൊരു അഡീനിയമാണ്. ഇതുപോലെ ഓൺലൈനിൽ നിന്നും നമ്മളെ കേരളത്തിലുള്ള ഒരു ആൾ എനിക്ക് അയച്ചു തന്ന അഡീനിയമാണ് ഇതെല്ലാം. വളരെ ചെറിയ അഡീനിയംസാണ്. അപ്പോൾ ഇതുപോലെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ തിളർപ്പുകളും മുട്ടുകളും ഒക്കെ വരും. ഇനി പൂക്കുന്ന കാലമാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ വരുന്നതെല്ലാം മുട്ടുകളായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന അഡീനിയം ഞാൻ കാണിച്ചു തരാം.
ഏകദേശം 2 മാസം മുൻപ് ഞാൻ വാങ്ങിയ ചെറിയ അഡീനിയംസാണ് നിങ്ങൾക്ക് ഇപ്പോൾ അയച്ചു തരുന്ന ആ അഡീനിയമാണ് ഈ കാണുന്നത്. ഏകദേശം 2 മാസമായി. ഇപ്പോൾ എല്ലാത്തിലും ചെറിയ രീതിയിൽ മൊട്ടുകൾ വന്നു. ചിലതൊക്കെ പൂത്ത് കഴിഞ്ഞു. പിന്നെ മഴയുടെ ഇതുകൊണ്ട് മൊട്ടുകളൊക്കെ കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത തീർച്ചയായിട്ടും പോകും. അപ്പോൾ എല്ലാം നട്ടിരിക്കുന്നത് ചെറിയ ചട്ടികളിലാണ്. കോഡക്സൊക്കെ നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട്. എല്ലാം വളരെ നല്ല മനോഹരമായ പൂക്കൾ തന്നെയാണ്. ഇതിലൊക്കെ പൂ പിടിച്ച് കൊഴിഞ്ഞു പോയതാണ്. ഇതിലൊക്കെ മൊട്ടുണ്ടായിരുന്നു. എല്ലാം ഈ മഴ സമയവും ഈ കാലാവസ്ഥയും ആയതുകൊണ്ട് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. നമ്മൾ വലിയ വില കൊടുത്ത് വലിയ പ്ലാന്റുകൾ വാങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതുപോലെ ചെറിയ പ്ലാന്റുകൾ വാങ്ങി നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ. പൈസ ഉള്ളവർക്ക് വലിയ പ്ലാന്റുകൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല. വലിയ പ്ലാന്റും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഡീനിയം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ അഡീനിയം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഏകദേശം 2-3 മാസം കഴിയുമ്പോൾ ഇവിടെ വെച്ച് മുറിച്ച് കൊടുത്താൽ നല്ല ബ്രാഞ്ചസൊക്കെ ഉണ്ടായി നല്ലൊരു അഡീനിയമായിട്ട് ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന അഡീനിയം എല്ലാം ഇതുപോലെ ഞാൻ ചെറിയ അഡീനിയം പ്ലാന്റുകൾ വാങ്ങി വളർത്തിയതാണ്. ഇപ്പോൾ ഒരു 12 വർഷത്തോളം ആകുന്നു. 12-15 വർഷമായ അഡീനിയം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളൊരു പരാതി എന്ന് പറഞ്ഞാൽ കുറച്ച് താമസിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ തിരക്കാണ്. അവർക്ക് ഈ ഒരുപാട് കൊറിയർ വരുന്നത് കൊണ്ട് അയക്കാൻ കുറച്ച് താമസം. ഈ കാണുന്നതെല്ലാം ഏകദേശം 10-12 വർഷമായ എൻ്റെ അഡീനിയമാണ്. അതെല്ലാം ഞാൻ ചെറിയ തൈകൾ വാങ്ങി 2 ദിവസത്തിൽ കൂടുതൽ വലുതാക്കിയ അഡീനിയമാണ്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെറിയ തൈകളൊക്കെ വാങ്ങി വലിയ അഡീനിയമാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നന്ദി. അഡീനിയം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.